ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന തിയറി സാധാരണ കമ്മ്യൂണിസ്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. ആ മുകേഷിനെതിരായിട്ട് പരാതികൾ ഒരുപാട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ലിവിങ് ആയ സ്റ്റാർ ഇമേജ് ഉള്ള നടിമാര് തൊട്ട് സെക്കൻഡ് റേറ്റ് ആയ നടിമാര് വരെ ഇദ്ദേഹത്തെക്കുറിച്ച് പരാതികൾ വന്നിട്ടുണ്ട്. ഈ പരാതി വന്നപ്പോൾ ഗോവിന്ദൻ മാഷ് പറഞ്ഞു അതൊക്കെ മുൻകാലങ്ങളിൽ കഴിഞ്ഞ സംഭവങ്ങളല്ലേ എന്ന്. അപ്പൊ മുൻകാലങ്ങളിൽ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം നൾ ആൻഡ് വോയിഡ് ആകുകയും കറന്റിലുള്ള ഇഷ്യൂസ് മാത്രമേ ഹൈലൈറ്റ് ചെയ്യാൻ പറ്റൂ, അങ്ങനെ കമ്മ്യൂണിസ്റ്റുകൾ വിശ്വസിക്കുന്നതിന്റെ യുക്തി ആർക്കും മനസ്സിലാകുന്നില്ല. ഇനി തൊട്ടടുത്തൊരു കാര്യം, നമ്മളെ മുഖ്യമന്ത്രിയുടെ പുതിയാപ്പിള സണ്ണിൻലോവിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യ സമീഹ, ഒരു ട്രെയിൻഡ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയ സമീഹ അന്ന് നൽകിയ പരാതി കോടതിയിൽ അതിഭയാനകമായിരുന്നു. ഇന്ന് ആരെങ്കിലും ഒരാൾ ഈ സമീഹ തന്നെ മുഖ്യമന്ത്രിയെ സമീപിക്കുന്നു എന്ന് കരുതുക, അദ്ദേഹത്തിന് അർഹമായ പണിഷ്മെന്റ് കൊടുക്കണം. അതും കേസിലാണുള്ളത്. മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കും? ഇവര് സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, കാരണം കേസ് തെളിയിച്ചാൽ മാത്രമേ ഒരാൾ ക്രിമിനൽ ആകൂ. അദ്ദേഹത്തിന്റെ പേരിൽ സെക്സ്വൽ അസോൾട്ടിന് ആരെങ്കിലും ഒരാൾ വന്ന് പറഞ്ഞാൽ അതെവിടെയും എത്തില്ല, കാരണം അത് പ്രൂവൺ ആയിരിക്കണം. ഇപ്പൊ കോടിയേരിന്റെ മകനെ കുറിച്ച് പറഞ്ഞപ്പോഴും അതാണ് പറഞ്ഞത്, തെളിയിക്കപ്പെട്ടോ മയക്കുമരുന്ന് കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ തെളിയിക്കപ്പെട്ടാൽ മാത്രമേ നിങ്ങൾ ഒരാളെ ഫോളോ ചെയ്യുമെങ്കിൽ, തെളിയിക്കപ്പെട്ടാൽ മാത്രമേ ഒരാൾ നിങ്ങൾ പെണ്ണുപിടിയനെന്ന് വിളിക്കൂ എങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ നിങ്ങൾ ഈ അറ്റാക്ക് നടത്തുന്നതിൽ എന്താ അർത്ഥമുള്ളൂ? ഇനി മറ്റൊന്ന്, പി ശശി കൂടാതെ മറ്റൊരു ശശി ഉണ്ടല്ലോ, അയാളിപ്പോ പാർട്ടി നാൽപ്പകന്നിട്ടാവുള്ളത്, അദ്ദേഹവും ഈ പെണ്ണ് പ്രശ്നത്തിൽ പെട്ടു. അപ്പോഴാണ് ശ്രീമതി പറഞ്ഞത് അതത്ര തീവ്രത കൂടിയതല്ല. അപ്പൊ തീവ്രത എന്നാൽ എന്ത്? ഈ സെക്സിന്റെ കാര്യത്തിൽ ഇന്റർകോഴ്സ് നടത്തലാണോ തീവ്രത? ഇനി അതല്ല, എന്താണ് തീവ്രതയുടെ മാനദണ്ഡം എന്ന് ഇവര് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇങ്ങനെയൊരു ടേം അല്ലെങ്കിൽ ടെർമിനോളജി ആദ്യമായിട്ട് പൊളിറ്റീഷ്യൻസിന്റെ ഇടയിൽ ഉപയോഗിച്ചത് ശ്രീമതിയാണ്.